ഹലോ, ഹായ്. സുഖമാണോ? എല്ലാവരും വീഡിയോസ് ഒക്കെ കണ്ട ടീച്ചറിന്റെ? ഇപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ? ടീച്ചർക്ക് ആ മായും ലായും പഠിപ്പിച്ചത് അത്ര തൃപ്തിയായിട്ടില്ല. ടീച്ചർ പണ്ട് കുഞ്ഞിലെ മായ എഴുതണത് ഒന്ന് കാണിച്ചു തരട്ടെ. ടീച്ചർ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മള് ആദ്യമൊക്കെ പണ്ട് ആ ഈ പഠിപ്പിക്കുന്നതേ, അപ്പൊ ഇങ്ങനെയൊക്കെ പോവുള്ളൂ. ഓൾറെഡി വലത്തോട്ട്. അപ്പൊ ഒരു വളച്ചു കൊണ്ടുവരല് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര കഷ്ടപ്പെട്ട് മായ എഴുതി കഴിഞ്ഞാൽ ആ ദിവസത്തെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ടീച്ചർ ഒന്നും കൂടി മായില്ലായി ഉറപ്പിച്ചിട്ട് ക്ലാസ് തുടങ്ങാം. നമ്മള് കഴിഞ്ഞ ദിവസം ഇസഡിലല്ലേ? ഇന്ന് ടീച്ചർ വേറൊരു ടെക്നിക്ക് ഉപയോഗിക്കാൻ പോണേണ്. നമ്മൾ ഒന്ന് എഴുതണ എങ്ങനെയാണ്? ഇങ്ങനെ എഴുതും. കുറച്ചും കൂടി ഭംഗിയാക്കാനാ ഇങ്ങനെ എഴുതും. ടീച്ചറിന്റെ ക്ലാസ്സിൽ ആദിത്യ ഇങ്ങനെ എഴുതുള്ളൂ. ആരാധ്യ, ആദിത്യ അല്ല ആരാധ്യ. കുറെ കുട്ടികളുള്ളത് കൊണ്ട് പേര് മാറിപ്പോണം. ആരാധ്യ ഇങ്ങനെ എഴുതുള്ളൂ. ടീച്ചർ 2 എഴുതാം. ഈ 2നെ നമുക്ക് കുറച്ചും കൂടി ഭംഗിയാക്കാം അല്ലേ? അപ്പൊ നമുക്ക് മാ എളുപ്പം നായിന്റെ മാ മനസ്സിലായി കാണുമല്ല? ടീച്ചർക്ക് അത് നിങ്ങളുടെ തൃപ്തി വരുന്നില്ല. അപ്പൊ മാ 2 രീതിയിൽ. ഒന്ന് നമ്മള് ഇങ്ങനെ, അടുത്തത് ഒന്നിച്ചിരി ഭംഗിയാക്കി അതിനെ 2ആക്കി 2നെ കുറച്ചും കൂടി. ഓക്കെ, മാ നമുക്കില്ല. ചൂണ്ടാന്ന് ഇടണ്ട. ചൂണ്ടക്ക് എത്ര ഭാഗങ്ങളുണ്ട്? ഒരു വടി അല്ലെ? പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് നമ്മൾ ടങ്കീസ് ഇങ്ങനെ കെട്ടിയിട്ടിട്ട് അതിന്റെ അറ്റത്ത് നിന്നുണ്ടാവും ഒരു കുളത്ത് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ വളഞ്ഞിരിക്കും അല്ലെ? കുളത്ത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് അല്ല, പല സ്ഥലത്തേക്ക് തിരിഞ്ഞു മറിഞ്ഞൊക്കെ പോകും. മീൻ എവിടെയാണോ അതിനനുസരിച്ച്. അപ്പൊ നമുക്കിതേ കുളത്ത് ഇങ്ങനെ നിൽക്കും അല്ലെ? കുളത്ത് ഇങ്ങനെ നിൽക്കൂലേ കുളത്ത്? ഇല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനത്തെ കുളത്തിൽ, ഈ കുളത്തുമേലാണ് നമ്മൾ ഇനി ലാ ചെയ്യാൻ പോകുന്നത്. ഒരു ചെറിയ പാലം, കുളത്ത്, വലിയ പാലം, കൊമ്പ്. ചെറിയ പാലം, കൊളുത്ത്, വലിയ പാലം, കൊമ്പ്. ഓക്കെ ആയില്ലേ? പഠിക്കണം കേട്ടോ. കുറേ പ്രാവശ്യം എഴുതി തന്നെ പഠിക്കണം. എന്നാലേ നമ്മൾ അക്ഷരങ്ങൾ ശരിക്കും പഠിക്കുള്ളൂ കേട്ടോ. ഓക്കെ. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ടീച്ചർക്ക് എല്ലാ അക്ഷരങ്ങളും പഠിപ്പിക്കണം, ചിഹ്നങ്ങൾ പഠിപ്പിക്കണം. ഇതിനൊക്കെ ഓരോ മുറിയിലോട്ട് കയറ്റണം. പല പല പേരുകളാണ് ഇതിനുള്ളത്. പഠിക്കാം നമുക്ക് കേട്ടോ. ഓക്കെ, ഒന്നുകൂടി ടീച്ചർ എഴുതട്ടെ ആദ്യം മുതൽ. റ, ര, ത, ന, പ, വ, മ, ല. റായിൽ തുടങ്ങുന്നത് റവ, രായിൽ തുടങ്ങുന്നത് രമ, തായിൽ തുടങ്ങുന്നത് തറ, തവ, തല. വായിൽ തുടങ്ങുന്നത് വറ, വര, വല. മായിൽ തുടങ്ങുന്നത് മറ, മന, മല. എൻ്റെ ഒരു പായുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം അല്ലേ? ഫറ, ഫത, ഫന, ഫല. പറവ, പറവ. ഇനി ല, ലത. ഓക്കെ, ഒരു ഹോംവർക്ക് തന്നിരുന്നു. കണ്ടുപിടിക്കണം. എവിടെയെങ്കിലും ഏതെങ്കിലും അക്ഷരങ്ങൾ ചേർത്ത് വാക്കുകൾ കിട്ടുമോ എന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിരുന്നു. പിടിച്ചാരെങ്കിലും? മറുപടി ടീച്ചർക്ക് കിട്ടിയില്ല കേട്ടോ. ഈ മ എഴുതുന്നു ടീച്ചർ. മായുടെ കൂടെ അടുത്ത മാ ചേർത്ത്
മമ. നല്ലൊരു വാക്കാണ്. എന്റെ എന്നർത്ഥമുള്ളതാണ് മമ. അതുപോലെ മൂന്നക്ഷരം, ഇവിടെ പറവാന്ന് നമുക്ക് കിട്ടി. മൂന്നക്ഷരമുള്ള വേറൊരു വാക്ക് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, അറിയാമോ? അതായത് ടീച്ചർ അതിന്റെ ഇത് പറയാം. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് പരമശുദ്ധൻ, പരമബോറൻ, പരമകാരുണ്യവാൻ. അങ്ങനെ പരമ ചേർത്ത്, അതായത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദവി കൊടുക്കുന്ന ഒരു വാക്കാണ് പരമശുദ്ധൻ, അല്ലെ? ഏറ്റവും ശുദ്ധമായിരിക്കും. അതുപോലെ പരമസത്യം, അതിന്റെ അപ്പുറത്ത് ഒരു സത്യം ഉണ്ടാവൂല. പിന്നെ ദാരിദ്ര്യത്തിൽ പരമദരിദ്രൻ എന്ന് പറയും. അത് ഏറ്റവും അറ്റത്തുള്ളൊരു വാക്കാണ്. അപ്പൊ പരമ എന്നുള്ള ഒരു അർത്ഥവത്തായ ഒരു വാക്ക് പായിൽ കിടക്കുന്നുണ്ട് കേട്ടാ. മ. എല്ലാരും 2 ലൈൻ എഴുതിയെന്ന് വിചാരിക്കുന്നു. ഉഴപ്പരുത് കേട്ടാ, ഉഴപ്പിയാൽ പോയി. ഇതുപോലെ ഇരിക്കും. റായില് റവ, രായില് രമ, തായില് തറ, തവ, തല, നായില് നറ, നര, നവ. ടീച്ചർ ആദ്യം നര എഴുതിപ്പോയി. പായില് പറ, പത, പന, പറവ, പരമ, പല. വായില് വറ, വര, വല. മായില് മറ, മന, മമ, മല. ലായില് ലത. ഓക്കെ. അപ്പൊ കൃത്യമായിട്ട് ഇപ്പൊ ഫ്രീ അല്ലേ, നമ്മള് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഹോംവർക്ക് തീർക്കാം. 2 വരി പുസ്തകത്തിലേക്ക് ഹോംവർക്ക് എഴുതി പഠിക്കാൻ നോക്കരുത്. അത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം. നിങ്ങളുടെ പഴയ പുസ്തകങ്ങളില്ലേ, അതിലെഴുതി പഠിച്ചോ കേട്ടോ. ഓക്കെ. അടുത്ത പുതിയൊരു അക്ഷരം പഠിക്കുന്നതിന് മുമ്പ് ചെറിയൊരു ടിപ്പ് ഒന്നും കൂടെ ആവർത്തിക്കാണ്. ടീച്ചർ അറിഞ്ഞല്ല? ചെറിയ, വലിയ, പാലം, കൊമ്പ്. ഈ പാലത്തിനെ നമുക്ക് വാലെന്ന് വേണമെങ്കിൽ ചേർക്കാം കേട്ടാ. വാലെന്ന് പറയാം നമുക്ക്, അല്ലെങ്കിൽ പാലം എന്ന് പറയും. ഇനി നമ്മള് ഈ പായുടെയും വായുടെയും കൊമ്പും വാലിനൊക്കെ ചെറിയ മാറ്റം വരുത്തിയിട്ട് ഒരക്ഷരം, അതായത് പായിട ചെറിയ റായെടുത്ത്, വായിട വലിയ റായെടുത്ത്, രണ്ടിന്റെയും കൊമ്പുകൾ കളഞ്ഞു, വാലും കുറച്ചങ്ങാട് മുറിച്ച് കളഞ്ഞു, കുറച്ച്. എന്നിട്ട് ചെറിയ ഒരു വാല്, ചെറിയ റ, ഒരു മീഡിയം വാല്, വലിയ റ. ചെറിയ റ, മീഡിയം വാല്, വലിയ. പായ നമ്മൾ കുറേ വാലിടണം, എന്നാലേ അല്ലെങ്കിൽ എന്താ പായും വായും ഒരുപോലെ ഇരിക്കും. ചില ആൾക്കാർ പായ എഴുതും, വായും എഴുതും, വ്യത്യാസം വരില്ല. അപ്പൊ വ്യക്തമാക്കണം. പാ ചെറിയ റ, ഇങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. ഓക്കെ. ഇവിടെ നമ്മള് ചെറിയ റ, ഒരു മീഡിയം പാല്, വലിയ റ. ഇത് പറയുന്നത് ഹ. നമ്മൾ സന്തോഷത്തോടുകൂടി പറയുന്ന ഒരു സംഗതി ഇല്ലേ, ഹലോ, ഹായ്. ആ ഹായ് ആണ് ഇത്. ഹ, ചെറിയ ഹ, 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 ഹ. ഇതിന് അക്ഷരങ്ങളൊക്കെ ഉണ്ട്, വാക്കുകളുണ്ട്. തുടങ്ങാം. ഹരഹരോ ഹരഹര, അത് ഒന്നിച്ചേ പറയുള്ളൂ. പക്ഷെ നമ്മൾ ചിഹ്നങ്ങൾ പഠിക്കാത്തത് കൊണ്ട് നമുക്കത് എഴുതാൻ ഇപ്പൊ പറ്റൂല. നമുക്ക് എഴുതാം കേട്ടാ. പിന്നെ നമ്മൾ കുറച്ച് ഒരു സെന്റൻസ് നമ്മൾ ഉണ്ടാക്കിയില്ലേ, പറ 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 പറവ പറ. അത് എഴുതണം. 2 വരെ എഴുതണ്ട, കാരണം നമുക്കത് നമ്മൾ ആകെ 3 ലൈനിലേ വിട്ടിട്ടുള്ളൂ. നമുക്കത് വേറെ പുസ്തകത്തിലേക്ക് ആദ്യം മുതൽ സെന്റൻസുകൾ എഴുതാനായിട്ട് ഒരു പുസ്തകം വെച്ചോ, അതും പഴയ പുസ്തകത്തിന്റെ ബാലൻസ് എടുത്താൽ മതി കേട്ടാ. ഇഷ്ടംമാരെ ബുക്ക് ഉണ്ടാവൂലേ കയ്യില്, അല്ലെങ്കിൽ ഒരു പുതിയ ബുക്ക് എടുത്തോ. ഇഷ്ടമുള്ള പോലെ, നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ചെയ്യുക, ഉഴപ്പരുത്. ടീച്ചർക്ക് അത്രേ പറയാനുള്ളൂ കേട്ടാ. ഓക്കെ. അപ്പൊ ഇതെന്താണ്? ഹ. ഈ ഹായിൽ നമുക്ക് എടുക്കുന്ന ഹറ, ഹര, ഹന, ഹത, ഹപ, ഹവ, ഹമ, ഹല ഒക്കെ ആയിട്ട് നമുക്ക് ചേർക്കണമെങ്കിൽ ചിഹ്നങ്ങൾ കുറച്ച് ഉപയോഗിക്കണമായിരിക്കും നല്ലത് കേട്ടാ. ഹന എന്നൊക്കെയുള്ള പേരുണ്ടെന്ന് എനിക്ക് തോന്നണത്, കേട്ടിട്ടില്ല. ഹേന എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതെന്താണ്? ഹ. എഴുതുക, 3 പ്രാവശ്യം എഴുതുക, 3 വരി വിടുക. അടുത്ത അക്ഷരത്തിലേക്കും കൂടി കടന്നിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. നമ്മള് റ എഴുതുന്നത് എങ്ങനെയാണ്? റ ശീർഷാസനം എന്ന് കേട്ടിട്ടില്ലേ? റായിനെ നമുക്ക് ശീർഷാസനത്തിൽ നിർത്താം, സർക്കസിക്കാം. ഇപ്പൊ എങ്ങനെ വരും? ഇങ്ങനെ വരും അല്ലെ? റായിനെ തിരിച്ചിട്ട് റ റ റ റ. ഇത് റായല്ല, റായിനെ നമ്മൾ തിരിച്ചിട്ട് എങ്ങനെയാണ്? റായിനെ നമ്മൾ തിരിച്ചിട്ട്. ഇനി നമുക്ക് ഈ തിരിച്ചിട്ട റായ നായോടുകൂടി ചേർക്കാം, കൂട്ടുകാരാക്കാം. നമ്മൾ പായിനെയും വായിനെയും കൂട്ടുകാരാക്കിയതാണ് ഹ.
കണ്ട കുമ്പും വാലക്ക മാറ്റം വരുത്തി വായനയും കൂടി കൂട്ടുകാരാക്കിയപ്പോ നമുക്ക് ഹാ കിട്ടി. അതുപോലെ നമുക്ക് നായിനെയും റാ തിരിച്ചിട്ടതിനെയും കൂടി ചേർത്ത് എഴുതുമ്പോ എന്താവും അറിയാമോ? സ. നാ റാ തിരിച്ചിട്ട് അങ്ങനെ ചേർത്ത് വെച്ച് നാ തിരിച്ചിട്ട് സ. എന്നിട്ട് നിങ്ങൾ ഭംഗിക്കൊക്കെ എഴുതിക്കോട്ടെ, 2 ലൈനിൽ മുട്ടിച്ച് സ സ സ. ഇനി എന്ത് ചെയ്യണം? വാക്കുകൾ കണ്ടുപിടിക്കണം. സറ, സര, സന. സന പേരുണ്ട്. സന, 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 സത, സഫ, സവ, സമ, സല, സസ. 3 വാക്കുകളുടെ ഒരു പേരുണ്ട്. പറയട്ടെ. സരസ. ടീച്ചറിന്റെ ഒരു ഫ്രണ്ടാണ് സരസ. ടീച്ചർ തന്നെയാണ് സരസ ടീച്ചർ. സരസ, സന, സല. സല ഉണ്ടെന്ന് തോന്നുന്നു. സല, സലിം എന്നൊക്കെയാണ്. പോട്ടെ. സന, സരസ. ഇപ്പൊ പെൺകുട്ടികളുടെ പേര് എത്ര പേരുടെ കിട്ടി? ലത, രമ, സരസ അല്ലെ? അപ്പൊ ആലോചിക്കണം. രമ, ര. ഇവിടെ ഉണ്ട് ര, 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 മ, രമ. പിന്നെ ഏതാണ്? ലത, ല, ത, ലത. പിന്നെ ഏതാണ്? സരസ. 3 പെൺകുട്ടികളുടെ പേരും കിട്ടിയില്ലേ? അപ്പൊ നമുക്കിനി കുഞ്ഞു അക്ഷരങ്ങൾ പഠിച്ചു വരുമ്പോഴത്തേക്കും കൂടുതൽ അക്ഷരങ്ങൾ ചേർത്ത് വാക്കുകൾ കിട്ടുന്നു. ഒറ്റ വാക്കിൽ തന്നെ കുറെ അക്ഷരങ്ങളിലതൊക്കെ കിട്ടും. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിൽക്കുന്ന നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ഓർക്കുക. റ, ര, ത, ന, പ, വ, മ, ല. പിന്നെ ഹ, സ. 10 വാക്കുകൾ. ഇതിൽ നിന്ന് കിട്ടുന്ന 10 അക്ഷരങ്ങൾ. വാക്കുകൾ എത്രയാണെന്ന് കണ്ടുപിടിക്കുക, എഴുതുക. 2 ലൈൻ നന്നായിട്ട് കീപ്പ് ചെയ്യുക. ഒപ്പം വാക്കുകൾ ഉണ്ടാക്കുന്ന വേറൊരു പുസ്തകത്തിലേക്ക് ഒരു വാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതും ചേർക്കണം. ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് വേഗം വരാം. നമുക്ക് ഈ വെക്കേഷൻ തീരുന്നതിന് മുമ്പ് നിങ്ങൾ അക്ഷരങ്ങൾ എല്ലാം പഠിപ്പിച്ച്, എന്നിട്ട് ആ അക്ഷരങ്ങളെയൊക്കെ ഇങ്ങനെ നമ്മുടെ വീടുകളിൽ കുറെ മുറി ഉണ്ടാവൂലേ, ആ മുറികളിൽ നമ്മൾ ഓരോരുത്തരും വേറെ അപ്പനും അമ്മ ഒരു മുറിയില്, അപ്പച്ചനും അമ്മച്ച ഒരു മുറിയില് അല്ലെ, അങ്ങനെയൊക്കെ അല്ലേ. അതുപോലെ നമുക്ക് അക്ഷരങ്ങൾ ഇങ്ങനെ ഗ്രൂപ്പ് ചേർത്ത് മാറ്റണം. നിങ്ങളുടെയൊക്കെ പേരൊക്കെ ഉണ്ട് അക്ഷരങ്ങൾക്ക് കേട്ടോ, അത് പഠിക്കണം. 2 അക്ഷരങ്ങൾ ചേരുമ്പോ എന്താകും, അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ പഠിക്കണം. വെക്കേഷൻ ഇപ്പൊ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് അല്ലേ, കുഴപ്പമില്ല. ടീച്ചർക്ക് പറ്റുന്ന വിധത്തിൽ ടീച്ചർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ. അടുത്ത ക്ലാസ്സിൽ കാണാം.